ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പല കൂട്ടായ്മകളിലും പ്രത്യേകിച്ച് ഒരു 30 വയസ്സിനൊക്കെ മേളിൽ പ്രായമുള്ള ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ പഴയ കാലങ്ങളെപ്പറ്റി ഒത്തിരിയേറെ ചർച്ച ചെയ്യാറുണ്ട്. പഴയ കാലത്തെ കൂട്ടായ്മകളെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയും ഐക്യത്തെപ്പറ്റിയും ഒക്കെ ചർച്ച ചെയ്യും. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒത്തിരിയേറെ വർദ്ധിച്ചു. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ ഒത്തിരി പുരോഗതി കൈവരിച്ചു. നമുക്ക് വേണ്ടതെല്ലാം ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ആവശ്യമുള്ളതെല്ലാം സ്വന്തമായി വാങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കൂട്ടായ്മയും സ്നേഹവും, നമ്മളെ അറിയുന്ന മനസ്സിലാക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യവുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്നൊരു പരാതി പോലെ പല വ്യക്തികളും പറയുന്നൊരു കാര്യമാണ്, സാമ്പത്തികമായ വളർച്ചയുണ്ടായിട്ടും ജീവിത സാഹചര്യങ്ങൾ ഒത്തിരിയേറെ വർദ്ധിച്ചിട്ടും എന്നെ മനസ്സിലാക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കും. എന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കും. ഞാൻ പറയുന്നത് പലപ്പോഴും പല ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൃത്യമായി അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുതെന്ന് ഈ ഞായറാഴ്ചത്തെ വായനകളുടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വായന നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ലോത്തിൻ്റെ കഥയാണ്. ലോത്തും ലോത്തിൻ്റെ കുടുംബവും ഏറെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു വരുമ്പോൾ അവരുടെ നാട്ടിൽ തിന്മ വർദ്ധിക്കുകയാണ്. അബ്രാഹവുമായി വേർപിരിയുമ്പോൾ ഏറ്റവും ഫലപുഷ്ടിയുള്ള ഒരു നാട് ലോത്ത് തിരഞ്ഞെടുക്കുന്നുണ്ട്. എന്നാൽ ആ നാട്ടിൽ പാപം പെരുകി വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രീതിക്ക് കാരണഭൂതനായ ലോത്തിനെ രക്ഷിക്കുവാനായിട്ട് ദൈവം തിരുമനസ്സാകുന്നു. ലോത്തിനെ രക്ഷിക്കുവാനായിട്ട് ദൈവദൂതന്മാരെ അവിടെ നയിക്കുകയാണ്. എന്നിട്ട് ലോത്തിനോട് പറയുന്നു, നീ നിന്റെ ഭവനത്തിൽ നിന്ന് വെളിയിൽ വന്ന് തൊട്ടടുത്തുള്ള ഒരു മലയിലേക്ക് ഓടി രക്ഷപ്പെടുക എന്ന്. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് പ്രീതിഭൂതനായ ലോത്ത് ദൈവദൂതനോട് പറയുകയാണ്, ആ മല ഓടിക്കയറുവാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തൊട്ടടുത്തുള്ള പട്ടണത്തിലേക്ക് എന്നെ വിടണമെന്ന്. ലോത്തിൻ്റെ ആ ആവശ്യവും ദൈവദൂതൻ നിവർത്തിച്ചു കൊടുക്കുകയാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ പട്ടണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ ലോത്ത് അങ്ങനെ അനുസരിക്കുന്നു. പക്ഷേ ഇട്ടെറിഞ്ഞു പോകുന്ന സമ്പത്തുകളെ, സുഖലോലുപതകളെയൊക്കെ തിരിഞ്ഞു നോക്കുന്ന ലോത്തിൻ്റെ ഭാര്യ ഒരു ഉപ്പുതൂണായി തീരുന്നുവെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില അവസരങ്ങളിൽ ഇടപെട്ട് നമ്മളോട് പറയും, പാപത്തിൽ നിന്ന് ഓടി അകലണമെന്ന്, നന്മയുടെ പക്ഷത്തേക്ക് നമ്മൾ ഓടി മാറണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ ആ അവസരത്തിലേക്ക് ഓടി രക്ഷപ്പെടുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു പോയി കഴിയുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് ലോത്തിൻ്റെ ഈ ജീവിതകഥ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആ പാപത്തിലേക്കും പാപ സാഹചര്യങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുന്ന ലോത്തിൻ്റെ ഭാര്യ ഒരു ഉപ്പുതൂണായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ നോമ്പ് കാലത്തിൽ ദൈവം എന്നോടും നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച്, അവൻ്റെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാകാം. സുവിശേഷത്തിൽ നല്ല ഇടയൻ്റെ കഥ പറഞ്ഞുകൊണ്ട് യേശു നമ്മളെ ക്ഷണിക്കുകയാണ് അവൻ്റെ ജീവിത രീതിയിലേക്ക് കടന്നു വരുവാനായിട്ട്. ഈശോ പറയുന്നുണ്ട്,
ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹരുടെ സുവിശേഷം 10-ാം അധ്യായമാണ്. ഈശോ പറയുകയാണ്, ആടുകൾ സ്വന്തമായി ഇല്ലാത്തവൻ, കൂലിക്കാരനായിട്ടുള്ളവൻ ശത്രുക്കൾ വരുമ്പോൾ ആടിനെ ഉപേക്ഷിച്ച് കടന്നു കളയുമെന്ന്. കാരണം ആടുകളെ പ്രതി അവൻ വേദനിക്കുന്നില്ല. അല്ലെ, ആടുകളെ സ്വന്തമായി ഇല്ലാത്തവൻ അവയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. എന്നാൽ സ്വന്തമായി ആടുകളുള്ളവൻ തൻ്റെ ജീവൻ നൽകിയും അതിനെ രക്ഷിക്കുന്നു. നമുക്ക് അത്ര പരിചിതമില്ലാത്തൊരു മേഖലയാണ് ആടുവളർത്തൽ. നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ രീതിയിൽ ആടുകളെ വളർത്തുമെങ്കിലും വലിയ തോതിൽ ആടുകളെ വളർത്തുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇടയൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ അടുത്തറിഞ്ഞിട്ടില്ല. എന്നാൽ ഈശോയുടെ കാലഘട്ടത്തിൽ ഒരു പ്രധാന തൊഴിലും ജീവിത രീതിയുമായിരുന്നു ആടുവളർത്തൽ. അതുകൊണ്ട് അവിടുന്ന് ഈ ആടുവളർത്തലിൻ്റെ ഇടയൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ദൈവം എങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്രായേലിലെ ആട്ടിടയന്മാരെ പറ്റി ഒരു കഥയുണ്ട്. അതിപ്രകാരമാണ്, ആട്ടിടയന്മാർ ഓരോ കാലഘട്ടത്തിലും തീറ്റ ലഭിക്കുന്ന നല്ല സ്ഥലങ്ങൾ നോക്കി ആടുകളെ കൊണ്ട് മേയാനായിട്ട് പോകും. അവർ തീറ്റ തേടി ദൂരദേശങ്ങളിലേക്ക് പോയി പകല് ഈ ആട് തീറ്റ തേടി നടന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് വയറ് നിറച്ച് കഴിയുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഈ ആടിനെ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറ്റിവിടും. എന്നിട്ട് ആ ഗുഹയുടെ വാതിൽക്കൽ ഈ ഇടയനിങ്ങനെ കടന്നുറങ്ങും. അപ്പോൾ ഏതെങ്കിലും ഒരു ശത്രുവിന് ആടുകളെ പിടിക്കാനായിട്ട് ഗുഹയുടെ അകത്ത് പോകണമെങ്കിൽ ഇടയനെ ചവിട്ടി വേണം കടന്നു പോകുവാൻ. അപ്പോൾ ഇടയൻ ഉണരുകയും ആ ശത്രുവിനെ അല്ലെങ്കിൽ ചെന്നായ്ക്കളെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഓടിച്ചു വിടുകയോ കൊന്നുകളയുകയോ ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടി രാത്രിയിൽ പുറത്തേക്ക് ശത്രുവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വന്നാലും ഈ ഇടയനെ ചവിട്ടണം. ഇടയനെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇടയൻ അറിയും, അവൻ ആട്ടിൻകുഞ്ഞിനെ തടുക്കുകയും തിരിച്ച് തൻ്റെ ഗുഹയ്ക്കുള്ളിലേക്ക് വിടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഒരു നല്ല ഇടയനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുക. എല്ലാ ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ ജീവൻ കൊടുത്ത് നമുക്ക് വേണ്ടി ജീവൻ നേടിത്തരുവാനായിട്ട് തയ്യാറായി ഒരു യേശു ക്രിസ്തു ശത്രുക്കളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് വേണ്ടി നല്ല മേച്ചിൽ സ്ഥലങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിടയൻ എങ്ങനെയാണോ തൻ്റെ കുഞ്ഞാടുകൾ സംരക്ഷിക്കുന്നത്, അതുപോലെ നമ്മളെ സംരക്ഷിച്ച് നമുക്ക് നിത്യജീവൻ നേടിത്തരുവാനായിട്ട് അവിടുന്ന് തയ്യാറായി. ആ ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്ന, അവൻ്റെ സ്വരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല കുഞ്ഞാടുകളായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ആ ഇടയൻ്റെ സ്വരം ശ്രവിച്ച് ശത്രുവിൻ്റെ ഗണയിൽ നിന്ന് മാറി പാപത്തിൽ നകന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ ഒരു നല്ല ഇടയനായി ജീവിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച എല്ലാ കുഞ്ഞാടുകളെയും സംരക്ഷിച്ചതുപോലെ, എല്ലാ ആടുകളെയും അവൻ ആലയിൽ ചേർത്ത് നിർത്തിയതുപോലെ ഒരു നല്ല ഇടയനായിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ സന്തോഷത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നമുക്ക് നിറവേറ്റാം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമൂഹങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, മക്കളെ, നമ്മുടെ ഇടവകയിലെ ഓരോ ജനങ്ങളെയും, നമ്മുടെ രാഷ്ട്രത്തിലെ ഓരോ ജനങ്ങളെയും തിന്മയിൽ നിന്ന് അകറ്റിക്കൊണ്ട് നന്മയുടെ വസ്തുക്കൾ അല്ലെങ്കിൽ നന്മയുടെ പാതകൾ അവരുടെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ പോലെ ഒരു നല്ല ഇടയനായി മാറുവാനായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം. അതിനായി നമുക്ക് നല്ല ഇടയനായ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ പോലെ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.